ഹായ്, എല്ലാവർക്കും കലിക ഡിസൈനിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഒരു കല്യാണത്തിൻ്റെ ബ്ലൗസ് തയ്ക്കാനായിട്ട് 2 ബ്ലൗസ് തയ്ക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എങ്ങനെ വെട്ടുന്നതെന്നും തയ്ക്കുന്നതെന്നൊക്കെ ഉള്ള ആദ്യം വെട്ടുന്നതിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. രണ്ടാമത് തയ്ക്കുന്നതിൻ്റെ വീഡിയോ ഇടാം. ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെട്ടുന്നതിൻ്റെ വീഡിയോ ആണ് ആദ്യം ഇടുന്നത് കേട്ടോ. എല്ലാവരും കണ്ടു നോക്കുക. നന്നായിട്ട് നമ്മൾ ലൈനിങ് ഒക്കെ തേച്ചെടുത്തിട്ടുണ്ട്. 2x2 ലൈനിങ് ആണ് അവർ എടുത്തുകൊണ്ട് തന്നേക്കുന്നത്. നമ്മൾ നന്നായിട്ട് തേച്ച് ചുളിവുകളൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 2ആയിട്ട് മടക്കിയിടാം. ഒരു സൈഡിൽ നിന്ന് 2ആയിട്ട് മടക്കി ഇടാം. അതിന് ശേഷം ഇതിൻ്റെ അളവുകളൊക്കെ നോക്കാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് 2ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് തുണിയുടെ ഒരു സൈഡിൽ നിന്ന്. അതിനുശേഷം നമുക്ക് ലെങ്ത്ത് വേണ്ടത് ഒരു 14.5 ഇഞ്ചാണ് നമുക്ക് വേണ്ട ലെങ്ത്ത്. അതായത് ലെങ്ത്ത് റെഡി വേണ്ടത് 13.5. 1 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പിനായിട്ട് അടിയിൽ നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് പോവും, താഴെ ഒരു 1/2 ഇഞ്ച് പോവും. അങ്ങനെ 1 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. 13.5 ഒന്നും 14.5 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 14.5. നമുക്ക് ഷോൾഡർ വരുന്നത് ഒരു 5.25 ആണ് ഷോൾഡർ വരുന്നത്. ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം വരുന്നത് 39 ആണ്. അതായത് കറക്റ്റ് ചെസ്റ്റ് വണ്ണം 35 ആണ്. 35ൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂട്ടുമ്പോൾ 39 ഇഞ്ച്. 39 ഇഞ്ചിൻ്റെ 4/1 9.25 വരുന്നത് കേട്ടോ. അപ്പോൾ ചെസ്റ്റിൻ്റെ വണ്ണം 35.5 ആണ്. അപ്പോൾ നമുക്കൊരു 5.25 ഷോൾഡർ എടുക്കാം. 5.25 ഷോൾഡർ എടുക്കുന്നത്. 5.25 നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അതിനുശേഷം കൈക്കുടി ആം ഹോളിൽ നമ്മളൊരു 5 ഇഞ്ചിലാണ് വരയ്ക്കുന്നത്. നമുക്കത് കഴിഞ്ഞ് അളന്ന് നോക്കണം, ഇത് കറക്റ്റാണോ എന്ന് അളന്ന് നോക്കിയതിന് ശേഷം വേണം നമുക്ക് ഇത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അളന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് എടുക്കണം. ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ ഷോൾഡർ എത്രയാണോ അത്രയും തന്നെ ആം ഹോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു 5.25 ഷോൾഡർ എടുത്തു, 5 ഇഞ്ച് ആം ഹോളിൻ്റെ ലെങ്ത്ത് എടുത്തു. 9.25 അതായത് 39ൻ്റെ 4/1 ഭാഗം 9.25. 9.25 ചെസ്റ്റിൻ്റെ വണ്ണവും അടയാളപ്പെടുത്തി. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും നമ്മൾ അടയാളപ്പെടുത്തി. അതിനുശേഷം നമുക്ക് വേസ്റ്റ് കിട്ടിയേക്കുന്നത്, അതായത് ബ്ലൗസിൻ്റെ ഈ അടിഭാഗത്തെ ഹുക്ക് ഇട്ട് ഏറ്റവും അടിയിലുള്ള ഭാഗത്തെ വണ്ണം കിട്ടിയേക്കുന്നത് 30 ഇഞ്ചാണ്. 30ൻ്റെ പകുതി 15, 15ൻ്റെ പകുതി 7.5 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. 7.5 ഇഞ്ച്. അതിനകത്ത് നമ്മൾ കൂടുതൽ ലൂസൊന്നും ഇടുന്നില്ല. കറക്റ്റായ 7.5 തന്നെ മാർക്ക് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മളിവിടെ ഇങ്ങനെ ഇത് ചെയ്ത് ഒരു വര കൊടുത്തു. അതിനുശേഷം ഒരു 1.25 ഇഞ്ചിൽ നമ്മൾ ആം ഹോളിൻ്റെ കർവ് 1.25 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. 1.25, 1.1, 1.25 കൊടുക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ പകുതി ഭാഗത്തു നിന്ന് 2.5യിൽ നിന്ന് നമുക്ക് ഇങ്ങനെ നമ്മൾ കർവ് വരയ്ക്കാൻ, ഇത് ആം ഹോൾ കർവാണ്. കർവ് വരയ്ക്കാൻ അറിയില്ലാത്തവരും ബിഗിനേഴ്സായ ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ ഇതിങ്ങനെ വച്ചതിന് ശേഷം ഇങ്ങനെ വരച്ചു വിട്ടാൽ മതി. ഇതിൻ്റെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ചോക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഇങ്ങനെ വരച്ച് ഇതിനകത്തേക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യൽ കുറവാണ് ആം ഹോൾ കർവ്. കാരണം ഞാൻ കൈ കൊണ്ട് മറ്റേ ഷേപ്പിന് അങ്ങ് വരയ്ക്കുകയുള്ളൂ. അതിന് ശേഷം ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം നമ്മൾ അളന്ന് നോക്കണം ഇത് കറക്റ്റ് അളവിന് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ 8.25 കിട്ടിയേക്കുന്നത്. കൈയുടെ കറക്റ്റ് അകലം നമുക്ക് കൈയുടെ മുകളിലെ വണ്ണം കിട്ടിയേക്കുന്നത് 15 ഇഞ്ചാണ്. ഇപ്പോൾ 15 ഇഞ്ചാണ് മുകളിലെ വണ്ണം. ആം ഹോളിൻ്റെ അവിടെയുള്ള വണ്ണം കിട്ടിയാണ് 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് ലൂസും കൂടി കൂട്ടി 16 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ 16ന് 8 ഇഞ്ച് കിട്ടണം. കറക്റ്റ് 8 ഇഞ്ചാണ് കിട്ടിയത്. നേരത്തെ നോക്കിയപ്പോൾ എനിക്ക് 8.25 പോലെയാണ് തോന്നിയത്.
ഇതിങ്ങനെ അളന്ന് നോക്കണം. നമ്മൾ ആ വരയുടെ കറക്റ്റ് താഴെ വെച്ച് കറക്റ്റ് 8 ഇഞ്ചിലാണ് കിട്ടിയത്. അപ്പോൾ ഇത് കറക്റ്റാണ് ഈ ആം ഹോൾ നമുക്ക് കിട്ടിയേക്കുന്നത്. അതല്ലെങ്കിൽ ആം ഹോൾ കറക്റ്റ് അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കഷത്തിൻ്റെ അവിടെ ചുളിവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഇപ്പോൾ കറക്റ്റ് ആം ഹോൾ കിട്ടിയതുകൊണ്ട് നമ്മളിവിടുത്തെ ഈ വരകൾ തമ്മിൽ യോജിപ്പിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഇച്ചിരി വൈഡ് നെക്ക് വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടേക്കുന്നത്. അപ്പോൾ നമുക്കൊരു 2 ഇഞ്ച് വൈഡിലാണ് നമ്മൾ നെക്ക് എടുത്തേക്കുന്നത്. 2.1 എടുത്തിട്ടുണ്ട്. വൈഡ് യു ആണ് ആവശ്യപ്പെട്ടേക്കുന്നത്. 2.1 എടുത്താൽ 2.25 നമുക്ക് കഴുത്തിൻ്റെ അകലം വരും. നമ്മൾ ഇവിടെ മറച്ചടിക്കുമ്പോൾ നമുക്ക് ബാക്ക് ലെങ്ത്തിൻ്റെ അപ്പം നമ്മളിവിടെ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2 ഇഞ്ചല്ല, ബാക്കിൽ നമുക്കൊരു 9 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മളൊരു 8.25 നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളിവിടെ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് ഒരു വര കൊടുത്തു. ഇവിടെ നിന്ന് ഇങ്ങനൊരു വരയും കൊടുത്തു. അതിനുശേഷം നമ്മൾ കഴുത്ത് അടയാളപ്പെടുത്തുകയാണ്. ഇവിടെ നിന്നൊരു പൊടിക്ക് ഇവിടെ നേരെ വന്നതിന് ശേഷം പൊടിക്ക് ഇങ്ങനെ പുറത്തേക്ക് വൈഡാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൊടിക്ക് ഒരു 1/4 ഇഞ്ച് ഇല്ല, ഒരു പോയിൻ്റൊക്കെ കൂടുതൽ ഞാൻ പൊടിക്ക് ഇവിടേക്ക് പുറത്തേക്ക് വൈഡാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ബാക്ക് വശം കട്ട് ചെയ്തെടുക്കാം. ബാക്ക് വശം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ഈ കഴുത്തിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം ഇവിടെ ഷോൾഡർ കട്ട് ചെയ്തെടുത്തു. നമ്മളിപ്പോൾ ബാക്ക് സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് പോവാം. ശരിക്കും ബ്ലൗസിന് ഇടുമ്പോൾ നമ്മൾ ഈ വശത്തേക്ക് തിരിച്ചിട്ടാണ് കഴുത്തിടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തിരിഞ്ഞേ കാണുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നേരെ തന്നെ ഇട്ട് വെട്ടി കാണിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ആവശ്യത്തിന് കുറച്ച് കൂടുതൽ വേണം ഫ്രണ്ടിലേക്ക്. അപ്പോൾ നമ്മളത് കയറ്റിയിട്ടു. അതിന് ശേഷം ഈ ബാക്ക് വശം എടുത്ത് ഇവിടെ ഫ്രണ്ടിൽ യോജിപ്പിച്ചു. ഫ്രണ്ടിൻ്റെ പീസിലേക്ക് വച്ചേക്കാണ്. അതിന് ശേഷം ഇവിടെ ഒരു 1/4 ഇഞ്ച് നമ്മൾ പടി മടക്കിയടിക്കാനുള്ളത് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം താഴത്തേക്ക് 1 ഇഞ്ച് കൂട്ടിയിടുന്നുണ്ട്. 1 ഇഞ്ച് ഞാനിവിടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ബാക്കിനേക്കാളും 1 ഇഞ്ച് കൂട്ടി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഫ്രണ്ടിൽ. അതിനുശേഷം ബ്രസ്റ്റ് സൈസ് നമുക്ക് വരുന്നത് ഒരു 35 തന്നെയാണ് ബ്രസ്റ്റിൻ്റെ സൈസ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ 35 ഇഞ്ചാവുമ്പോൾ നമുക്കൊരു 1.5 ഇഞ്ച് നെയിം ടക്കിന് വരാൻ പാകത്തിന് 3 ഇഞ്ച് നമ്മളിവിടെ കൂട്ടി വരണം. അതായത് നമ്മുടെ നടുക്കത്തെ സെൻറ്ററിലത്തെ ടക്ക് 1.5 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 3 ഇഞ്ച് കൊടുത്താലാണ് 2 സൈഡിലേക്കും ടക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ തുണി തികയുള്ളൂ. അതിനുശേഷം ഇവിടെ നിന്ന് ഇതിനകത്തേക്ക് ഈ ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് ഈ 3 ഇഞ്ചിലേക്ക് ഒരു വര കൊടുത്തു. ഇവിടെ താഴെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടേക്കുന്ന ഇങ്ങനെ വരച്ചെടുത്തു. കഴുത്തിൻ്റെ ഇറക്കം, ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് 7.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മളതൊരു 7.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുകയാണ്. 7.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ഇവിടെ നിന്ന് താഴത്തോട്ട്
സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുകയാണ്. നമുക്ക് ഇവിടെ എത്രയാണോ കിട്ടിയിരിക്കുന്നതെന്ന് നോക്കണം. നമുക്ക് 2.25 കിട്ടിയിരിക്കുന്നത്. നമ്മളിവിടെയും 2.25 അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഫ്രണ്ട് നെക്ക് ഒരുപാട് വൈഡാക്കി വെട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ബാക്ക് നെക്ക് വൈഡാക്കി വെട്ടിയതിൻ്റെ ആ സ്ട്രെയിറ്റിലേക്ക് പോയി. അതിനുശേഷം ഫ്രണ്ട് ഇവിടെ നിന്ന് ഇതാണ് ആ സ്ട്രെയിറ്റ് ലൈൻ വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളൊരു മാർക്ക് ചെയ്തു. ഇത് യു വേണ്ടവർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് യു അല്ല വേണ്ട. ഫ്രണ്ടിൽ ഒരു ചതുരം വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു കോണിച്ചതാണ് വേണ്ടത്. ഞാൻ ഫ്രണ്ട് നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. നമ്മൾ മാർക്ക് ചെയ്ത് മാത്രമേ വെച്ചുള്ളൂ, കട്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോളും കൂടി ഒന്ന് വരച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ആം ഹോൾ നമ്മളിങ്ങനെ വരച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ബാക്ക് വശം മാറ്റി വയ്ക്കുകയാണ്. ഈ ടക്ക് പോയിൻറ്റുകളൊക്കെ നമുക്ക് അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ അടിച്ചു പോകാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ടക്കിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. ടക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടിയേക്കുന്നത് 9.25 ആ 9.25 ഞാനിവിടെ അടയാളപ്പെടുത്തി. നമുക്ക് ബ്രസ്റ്റിൻ്റെ രണ്ടും വെടുത്ത് കിട്ടിയിരിക്കുന്നത് 7 ഇഞ്ചാണ്. അപ്പം 3.5 ഇഞ്ച്. 3.5യുടെ കൂടെ നമ്മളിവിടെ ഒരു തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3.25 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. 3.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യും. ടക്കിൻ്റെ ലെങ്ത്ത് നമ്മളിവിടെ ചെയ്തിട്ടു. ടക്കിൻ്റെ താഴത്തേക്കുള്ള ഇറക്കം ഒരു 3 ഇഞ്ച് മതി ടക്ക്. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി, 1/4 അല്ലെങ്കിൽ 1/2, നിങ്ങൾ എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതും കൂടി ഞാനിവിടെ 1/4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. മൂന്നേ 1/4 ഇഞ്ച് നമ്മളപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ടക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇത് നമ്മുടെ ടക്കിൻ്റെ അവിടേക്ക് ഷോൾഡറിൽ നിന്നുള്ള ലെങ്ത്ത് 9.25 ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 9.25 അവിടെ നിന്ന് താഴത്തോട്ട് ടക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ചൊക്കെ മതിയാവും. ഞാനപ്പോൾ ഒരു 3.25, മൊത്തത്തിൽ 3.25 അല്ലെങ്കിൽ 3.5 ഇഞ്ച് വരെയൊക്കെ നമുക്ക് എടുക്കാം. 3.5 ഇഞ്ച് വരെയൊക്കെ എടുത്തു. അതിനുശേഷം 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 3.25 ഞാൻ നേരത്തെ അടയാളപ്പെടുത്തിയത്. 3.5 ആക്കി എടുക്കാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നവരാണെങ്കിൽ ഈ 1/2 ഇഞ്ച് കൂട്ടി ഇവിടെ ഇടണം. 3 നമുക്ക് ഇറക്കം വേണ്ടതെങ്കിൽ 1/2 ഇഞ്ച് കൂട്ടി 3.5 ഇഞ്ചിൽ നമ്മൾ ടക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഈ 3.5 ഇഞ്ചിൻ്റെ ഇവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. അതിനുശേഷം ഇവിടെ നമ്മൾ 1.5 ഇഞ്ചാണ് മെയിൻ ടക്കിനിട്ടത്. 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് നമുക്ക് ബ്രസ്റ്റിൻ്റെ അനുസരിച്ചാണ് ടക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാണ്. മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് 1.5 വേണ്ടെങ്കിൽ 1.5, 1.25 ആണെങ്കിൽ 1.5. അത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സൈഡ് ടക്ക് ഒരു 1.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. സൈഡിലെ ടക്ക് അത് ഞാനിവിടെ ഈ ടക്കിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടാണ്, അത് നമ്മുടെ ഓരോ ബ്രസ്റ്റിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഇവിടെ ടക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് 2.25 ഒരു 0.5 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. അതിനുശേഷം ഇവിടെ നിന്ന് ഈ മെയിൻ ടക്കിൽ നിന്ന് ഇങ്ങനെ സൈഡിലേക്കൊരു വര കൊടുക്കുകയാണ്. നമ്മൾ ഈ മെയിൻ ടക്കിൽ നിന്ന് 2.25 ഇഞ്ച് കഷത്തിലേക്കുള്ള ഇത് മാർക്ക് ചെയ്തു. 2.25 ഒരു പോയിൻറ്റും. അതിനുശേഷം ഈ മെയിൻ ടക്കിൽ നിന്ന് തന്നെ ഇത് ഇങ്ങനെ വരയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ടക്ക് എങ്ങോട്ട് വരയ്ക്കണം എന്നറിയാൻ പാടാത്ത സംശയമുള്ള ആൾക്കാരുണ്ടാവും കഷത്തിലേക്ക് വരയ്ക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ടക്കിൽ നിന്ന് ഒരു സ്കെയിൽ വെച്ചിട്ട് നേരെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും നമ്മുടെ ടക്ക് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം നമ്മളിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നേരത്തെ നമ്മൾ
വരച്ച് വെച്ചിട്ടുണ്ട്. ആ വരച്ച് വെച്ചേക്കുന്ന വര ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. ഈ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വെട്ടുന്നവർക്ക് ഇങ്ങനെ ഒരു 4 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ച്, ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് ഇങ്ങനെ കുഴിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇത് നമ്മൾ ബാക്കിൻ്റെ അടയാളപ്പെടുത്തിയതാണ്. അതിൻ്റെ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ വരെ നമ്മൾ മാർക്ക് ചെയ്യാവുള്ളൂ. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് 4 ഇഞ്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരരുത്. ഈ നമ്മളിവിടെ നിന്ന് ഇങ്ങനെയാണ് 4 ഇഞ്ച് വരച്ചെടുക്കാവുള്ളൂ. അതിനുശേഷം ഞാൻ 4ാമതൊരു ടക്ക് കൂടി കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇഞ്ചിൽ ഇവിടേക്ക് സൈഡിലേക്ക് 4ാമത്തെ ടക്കും കൂടി കൊടുക്കുന്നുണ്ട്. അതും ഇതിൻ്റെ നേരെ തന്നെ ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ഒരല്പം ചെരിച്ച് താഴത്തേക്ക് സൈഡിലേക്ക് ഒരല്പം ചെരിച്ചാണ് ഞാൻ ഈ ടക്ക് മാർക്ക് ചെയ്തേക്കുന്നത്. പക്ഷേ ടക്കിൻ്റെ ഈ വശം വരുന്നത് ഇതിൻ്റെ നേരെ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പം 4 ടക്ക് നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്കിത് വെട്ടിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു കർവും കൂടി നമുക്ക് നോക്കാം. ഇവിടെ നിന്നൊരു 3/4 ഇഞ്ച്, ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് നമ്മൾ കർവ് അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ സൈഡിൽ നിന്നും 3/4 ഇഞ്ച് ഇങ്ങനെ കർവ് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ടക്കിൻ്റെ 1.25 1.5 നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ടാവും. കൂട്ടിയെടുത്ത അത്രയല്ല, നമ്മൾ 1.25 ഇട്ടിട്ടുള്ളൂ ടക്കിൻ്റെ വണ്ണം. ആ 1.25 കാരണം ഇവിടെ 1.25 മതി, അതിനുള്ള ബ്രസ്റ്റ് പോയിൻ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ 1.5 ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അത് നോക്കുന്നത് നമുക്ക് ബ്രസ്റ്റിൻ്റെ അളവിൻ്റെ അനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് അത് ബാലൻസ് ഉള്ളത് നമുക്കിവിടെ കട്ട് ചെയ്ത് പോകാനുള്ളതാണ്. ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇങ്ങനെയാണ് അടിയിലെ വഞ്ചി. നമ്മൾ ബ്ലൗസിൻ്റെ അടിയിൽ ഒരു വഞ്ചി പോലെയുള്ള ഷേപ്പ് വരുന്നത് ഇങ്ങനെയാണ്. അതിനുശേഷം നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കർവിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ കർവ് ഇവിടെ ഈ ടക്കിൻ്റെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് പിന്നെ ഇത് നേരെയായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിന് ശേഷം ഇപ്പുറത്തെ ടക്ക് അടയാളപ്പെടുത്തിയാണ് അവിടെ നിന്ന് മുകളിലോട്ട് കർവായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്തു. ഈ നെക്ക് നമ്മളുടെ ഈ യു അല്ല, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല. നമ്മളിവിടെ ആം ഹോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനൊരു പൊടിക്ക് താഴ്ത്തി വെട്ടിയിട്ടുണ്ട് 1/4 ഇഞ്ച്. അതിനുശേഷം നമ്മളിവിടെ ടക്കുകളൊക്കെ അടയാളപ്പെടുത്തിയേക്കുന്ന ടക്കുകളെല്ലാം നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു നോച്ച് കൊടുത്ത് മാർക്ക് ചെയ്യുകയാണ്. ഇപ്പുറ സൈഡിലും നമ്മൾ ആ 1.25 അടയാളപ്പെടുത്തിയേക്കുന്ന ഇങ്ങനെ ഒരു നോച്ച് കൊടുക്കുകയാണ്. 2 സൈഡിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട്. 2 സൈഡിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സൈഡ് ടക്ക് മാർക്ക് ചെയ്തു. ഇപ്പുറം വരുന്ന ഈ ടക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ്. കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമ്മുടെ കഷത്തിൽ വരുന്ന ടക്കുകൾ മാർക്ക് ചെയ്തെടുക്കുകയാണ്. വീട്ടിൽ നിന്നാണ് വെട്ടുന്നത്, അത് അതുകൊണ്ട് പുറമേലത്തെ സൗണ്ടുകളൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. കുട്ടികൾ കളിക്കുന്നതൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ മാർക്കുകളൊക്കെ അപ്പുറം വരുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് തിരിച്ച് ഇങ്ങനെ തിരിച്ചും മടക്കാം. കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഫ്രണ്ട് വശം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ല, ഒറ്റയായിട്ട് തന്നെ എടുത്തേക്കുന്നത്. മുറിഞ്ഞ ഭാഗത്തല്ല ഞാൻ കട്ട് ചെയ്തത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഇങ്ങനെ വെച്ച് ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോയിൻറ്റുകളെല്ലാം നമുക്ക് അപ്പുറം കിട്ടും. കണ്ടോ? ഇപ്പോൾ എല്ലാ പോയിൻറ്റുകളും നമുക്ക് ഇപ്പുറത്തേക്ക് കിട്ടി. അതിന് ശേഷം ഒന്ന് തെളിച്ച് വരയ്ക്കണമെങ്കിൽ നമുക്കിങ്ങനെ വരച്ചെടുക്കാം. എല്ലാ പോയിൻറ്റുകളും നമുക്കിവിടെ കിട്ടി.
ഇനി നമുക്കിത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഓപ്പൺ ആയിരിക്കുന്ന വശത്താണ് ഫ്രണ്ട് വശം വെച്ച് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്കത് മറ്റേ തലകുത്തി കാണുമ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുക അങ്ങനെ മാർക്ക് ചെയ്തിരിക്കും. എൻ്റെ സൈഡിലേക്ക് ഇട്ടല്ലല്ലോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് വശത്തെ ഹുക്കും അയ്യും എന്ന ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയി. ഇനി നമുക്ക് കൈയാണ് വെട്ടിയെടുക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കൈയല്ല വെട്ടിയെടുക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ഈ വഞ്ചിയുടെ അരി മറന്നു വരിക. അത് നമുക്ക് 7.5 ഇഞ്ചാണ്, അതായത് 30 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 4 ഭാഗം 7.5, ഒരു 4 ഇഞ്ചും കൂടി കൂട്ടി 7.75 1.5 ഇഞ്ച് തയ്യൽ തുമ്പും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ 4 ഇഞ്ച് കൂട്ടുന്നത് ഇവിടെ പടി വരുന്നത് കൊണ്ടാണ്. ആ പടിക്കുള്ളത് അടിച്ച് നമ്മൾ മറിച്ച് എടുക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കാരണവശാലും ബ്ലൗസിൻ്റെ ഇതിങ്ങനെ വരയ്ക്കരുത്. നമ്മളിങ്ങനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് കോണിച്ച് മുകളിലോട്ട് ഒരു വര വരയ്ക്കുക. കാരണം ഇത് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്, എന്നാലാണ് അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ആ 1 ഇഞ്ച് കൂട്ടിയെടുത്തേക്കുന്ന ആ ഒരു കട്ടിങ് ഭാഗം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. തുണി മടക്കിയിട്ടതുകൊണ്ട് 2 പീസ് ഉണ്ടാവും. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അത് ഇവിടെ പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേപോലത്തെ 4 പീസ് നമുക്ക് വേണം. അത് നമുക്ക് വെട്ടിയെടുക്കാം. കൈക്കുള്ള ലൈനിങ്ങും കൂടി വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് വെട്ടിയെടുക്കാം. കൈ കട്ട് ചെയ്യാനായിട്ട് തുണി ഇങ്ങനെ 4ആയിട്ട് മടക്കിയിടുന്നു. തുണി 4ആയി മടക്കിയിട്ടതിന് ശേഷം ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് ഒരു മടക്ക് കൂടി 4ആയിട്ട് മടക്കാൻ വേണം. ഇങ്ങനെ 4ആയിട്ട് തുണി മടക്കിയിട്ടു. അതിന് ശേഷം നമുക്ക് ഇവിടെയൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് മടക്ക് ക്ലിയറാക്കി വയ്ക്കുക. എപ്പോഴും തേച്ചിട്ട് വേണം നമ്മളെല്ലാ ലൈനിങ്ങുകളും അറ്റാച്ച് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട്. നമുക്ക് കൈയുടെ ലെങ്ത്ത് വേണ്ടത് 11 ഇഞ്ചാണ് ഹാൻഡിൻ്റെ ലെങ്ത്ത് വരുന്നത്. 1 ഇഞ്ച് മടക്കി തയ്ക്കാനായിട്ട് 12, 1/2 ഇഞ്ച് മുകളിലേക്ക് നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നോക്കുക, ഇതിൻ്റെ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ 4 ഇഞ്ച് ഇത് ഭാഗത്തോട്ട് നമ്മൾ മടക്കി ഇത് ചെയ്യും. ഇങ്ങനെ മടക്കി അടിക്കും. പിന്നെ വേണമെങ്കിൽ ഈ തുമ്പത്തേക്കട അടിച്ചിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഹെം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 11 ഇഞ്ചും 1 ഇഞ്ച് കൂട്ടി 12, ഒരു 1/2 ഇഞ്ച് കൂട്ടി 12.5. അതായത് 1 ഇഞ്ച് അടിയിൽ മടക്കി അടിക്കാനും 1/2 ഇഞ്ച് നമുക്കിവിടെ അടിച്ചു പോകാനും. അതിൻ്റെ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരയ്ക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം നമുക്കൊരു 3.5 ഇഞ്ചിൽ കൈക്കുഴി മാർക്ക് ചെയ്യാം. അവിടേക്ക് ഒരു 8 ഇഞ്ച് മതി നമുക്ക്. 15 ഇഞ്ചാണ് ഹാൻഡ്. അപ്പോൾ കറക്റ്റായിട്ട് കൈയുടെ വണ്ണം കിട്ടിയിരിക്കുന്നത് 15 ഇഞ്ച് ആണ്. അപ്പോൾ നമുക്കൊരു 8 ഇഞ്ച് മതി. 1 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. താഴെ വണ്ണം 5.5 ഇഞ്ച്, 11 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ 5.5യുടെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി അതിന് ശേഷം തയ്യൽ തുമ്പുകൾ രണ്ടും ജോയിൻ ചെയ്യാം. ഇവിടെ നിന്നിങ്ങനെ നമ്മളിങ്ങനെ കൈ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് വെട്ടിയെടുക്കാം. ഇവിടെയാണ് 8 ഇഞ്ച് വരുന്നത് നമുക്ക് തയ്ക്കേണ്ട
അതെപ്പോഴും നമ്മൾ വെട്ടുന്നതിന് മുമ്പ് നോക്കണം, നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത്. അതിനുശേഷം വേണം വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കൈ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കട്ടിങ്ങിനുള്ള ആ പീസുകളും കഴുത്തിൽ വയ്ക്കാനുള്ള കട്ടിങ്ങും ക്രോസ് പീസുകളും വേണം. നമ്മളിവിടെ 2 കട്ടിങ്ങിനുള്ള പീസും കൂടി എടുക്കുകയാണ്. ഏത് വശത്തു നിന്ന് എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് ഇതിങ്ങനെ മറിച്ചിടുക. കട്ടിങ് പീസ് നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ 4 പീസ് നമുക്ക് കട്ടിങ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസാണ് വേണ്ടത്. ക്രോസ് പീസ് നമ്മളിങ്ങനെ ഇതായിട്ടിട്ടതിന് ശേഷം ക്രോസ് ആയിട്ട് വെട്ടിയെടുക്കണം. അത് ഒരു ഇഞ്ച് വീതിയിലൊക്കെ മതി. കഴുത്തിൽ വയ്ക്കാനുള്ള ക്രോസ് പീസാണ് വെട്ടിയെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ നമുക്ക് ബാക്ക് വശത്തിന് മാത്രം ക്രോസ് പീസ് മതി. ഫ്രണ്ടിൽ നമ്മൾ ഒരു കഴുത്തിൽ വയ്ക്കാൻ സ്റ്റിഫ് വെച്ചിട്ടാണ് വെട്ടിയെടുക്കുന്നത്. ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ്. ക്രോസ് പീസ് ബാക്കിലേക്കുള്ളത് 4 പീസ് മതിയാവും. ഇനി പടി വയ്ക്കാനുള്ള ഫ്രണ്ടിലെ പടിക്ക് നമ്മൾ 2 വശത്തുനിന്നും ഹുക്കും മയ്യും വയ്ക്കാനുള്ള പടികൾ വേണം. അതിനുള്ള പീസുകളാണ് നമ്മളിങ്ങനെ നോക്കിയിട്ട് വെട്ടിയെടുക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിയെടുക്കണം. നമുക്ക് ഹുക്ക് വയ്ക്കാനുള്ള ഇങ്ങനൊരു രീതിയിൽ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസും കൂടി വേണം. അത് ചെറിയ പീസ് മതി. അത് തയ്ക്കാൻ നേരത്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ല തുണിയിലേക്ക് വച്ച് വെട്ടിയെടുക്കാം. നമ്മൾ ആദ്യം തന്നെ കൈ വെട്ടിയെടുക്കുകയാണ്. ഒരു പൊടിക്ക് ഇവിടെ കുറവ് വരുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്കൊരു ചെറിയൊരു ജോയിൻറ്റ് കൊടുത്താൽ മതി. ഇവിടെ ഒരു ഇച്ചിരി ഭാഗം കുറവ് വരുന്നുണ്ട്, അതിനകത്ത് നമ്മൾ ജോയിൻറ്റ് കൊടുക്കണം. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ്. കൈ കട്ട് ചെയ്തെടുത്തു. മാറ്റി വെച്ചതിന് ശേഷം ഇനി ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ബാക്ക് വശം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു. നേരെ വച്ചതിന് ശേഷം ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ്. കഴുത്ത് നമ്മളിപ്പോൾ വെട്ടുന്നില്ല.
ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇപ്പം ബിഗിനേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞു തരുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഫ്രണ്ട് വശം കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് വശം കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ട്, ബാക്ക്, കൈ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാലൻസ് പീസുകൾ നമ്മൾ കഴുത്ത് ഒട്ടിക്കാനും കാര്യങ്ങൾക്കായിട്ട് എടുക്കാം. അതിങ്ങനെ വച്ചേക്കാണ്. ക്രോസ് പീസ് എല്ലാവർക്കും തയ്ക്കാവുന്നുള്ളൂ. ബ്ലൗസ് കട്ടിങ് നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ മനസ്സിലാവാത്തൊരു കമൻറ്റിൽ ചോദിച്ചാൽ മതി, നമ്മളത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണ്. താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നതാണ്. എല്ലാവരും കണ്ട് നന്നായിട്ട് പഠിക്കുക.